ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർച്ച് മാസത്തിലെ മുഴുവൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. എന്തൊക്കെയാണ് മാർച്ച് മാസത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് എന്ന് നമുക്ക് നോക്കാം. 2025 മാർച്ചിൽ 7.7 തീവ്രതയിൽ ശക്തമായ ഭൂകമ്പമുണ്ടായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മ്യാൻമാർ, തായ്ലൻഡ്. മ്യാൻമാറും തായ്ലാൻഡുമാണ് 7.7 തീവ്രതയിൽ ശക്തമായ ഭൂകമ്പമുണ്ടായ രാജ്യങ്ങൾ. പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങിയ സാമൂഹിക സൂചികകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായത് ഏതാണ്? കേരളമാണ്. കേരളമാണ് പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹിക സൂചികകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി മാറിയത്. പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതീ-യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഗോത്ര ജീവികയാണ്. ഗോത്രജീവിക എന്താണ്? പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതീ-യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധി ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗോത്രജീവിക. 2025 മാർച്ചിൽ അന്തരിച്ച കാർഷിക ശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണ്? കൃഷ്ണലാലാണ്. 2025 മാർച്ചിൽ അന്തരിച്ച കാർഷിക ശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് കൃഷ്ണലാൽ. ഇന്ത്യൻ നേവിയും ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? ആഫ്രിക്ക ഇന്ത്യ കീ മെരിടൈം എൻഗേജ്മെൻ്റ് ആണ്. ALKEYME ആണ്. ഇന്ത്യൻ നേവിയും ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ആഫ്രിക്ക ഇന്ത്യ കീ മെരിടൈം എൻഗേജ്മെൻറ്റ്. മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വന്യജീവികളുടെ DNA സാമ്പിളുകൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മൃഗശാല ഏതാണ്? പതിജ നായിഡു സുവോളജിക്കൽ പാർക്കാണ്. പതിജ നായിഡു സുവോളജി പാർക്കാണ് മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വന്യജീവികളുടെ DNA സാമ്പിളുകൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മൃഗശാല. വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് നിർബന്ധമാക്കുന്ന ആദ്യ സർവകലാശാല ഏതാണ്? കൊച്ചിൻ ജെയിൻ യൂണിവേഴ്സിറ്റിയാണ്. കൊച്ചിൻ ജെയിൻ യൂണിവേഴ്സിറ്റിയാണ് വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് നിർബന്ധമാക്കുന്ന ആദ്യ സർവകലാശാല. ഹരിത കർമ്മ സേനാംഗങ്ങൾക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീയും യുണൈറ്റഡ് ഇന്ത്യൻ ഇൻഷുറൻസും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഹരിത കർമ്മ സേനാംഗങ്ങൾക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീയും യുണൈറ്റഡ് ഇന്ത്യൻ ഇൻഷുറൻസും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇൻസ്പയർ. ഇൻസ്പയർ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സാ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഇൻസ്പയർ. അന്തരിച്ച ഡോക്ടർ കെ രത്നമ്മ ഏത് രംഗത്തെ ഗവേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാഷാ ഗവേഷണവുമായി ബന്ധപ്പെട്ടതാണ് ഡോക്ടർ കെ രത്നമ്മ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? കേരള ഇൻ ഇന്ത്യാസ് ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുസ്തകമാണ് കേരള ഇൻ ഇന്ത്യാസ് ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രനയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രനയം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഹരിയാന. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഹരിയാനയാണ്. കേരളത്തിൻ്റെ സ്ഥാനം 13ആണ്. കേരളത്തിന് 13ാം സ്ഥാനവും ഹരിയാനയ്ക്ക് 1ാം സ്ഥാനവുമാണ്. 2025 ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2025 ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. 2025 ലോക നാടക ദിനത്തിൻ്റെ പ്രമേയം എന്താണ്?
തിയേറ്റർ ആൻഡ് എ കൾച്ചർ ഓഫ് പീസ്. തിയേറ്റർ ആൻഡ് എ കൾച്ചർ ഓഫ് പീസ് ആണ് ലോക നാടക ദിനത്തിൻ്റെ പ്രമേയം. മാർച്ച് 27 ലോക നാടക ദിനം. 2025 മാർച്ചിൽ നീതി ആയോഗിൻ്റെ മുഴുവൻ സമയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? രാജീവ് ഗൗബയാണ്. രാജീവ് ഗൗബയാണ് 2025 മാർച്ചിൽ നീതി ആയോഗിൻ്റെ മുഴുവൻ സമയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിൽ എവിടെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സ്ഥിര ആസ്ഥാന മന്ദിരം നിലവിൽ വരുന്നത്? മുണ്ടക്കയിലാണ്. കൊല്ലത്തുള്ള മുണ്ടക്കയിലാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സ്ഥിര ആസ്ഥാന മന്ദിരം നിലവിൽ വരുന്നത്. 2025 മാർച്ചിൽ കേരളത്തിലെ ഏത് ജില്ലയിലാണ് പദമഴ എന്ന പ്രതിഭാസമുണ്ടായത്? തൃശ്ശൂരാണ് പദമഴ എന്ന പ്രതിഭാസം ഉണ്ടായത്. രോഗങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ഡിജിറ്റൽ സംവിധാനം ഏതാണ്? എപ്പിഫോമാണ് രോഗങ്ങൾ മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ഡിജിറ്റൽ സംവിധാനമാണ് എപ്പിഫോം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ്? 369 രൂപയാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ വേതനം കൊടുക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാനയിൽ 400 രൂപയാണ്. കേരളത്തിന് 369 രൂപയാണ്. എല്ലാ PSC ക്വസ്റ്റ്യനിലും റിപ്പീറ്റഡായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള വേതന നിരക്ക്. കേരളത്തിൽ 369 രൂപയും ഹരിയാനയിൽ 400 രൂപയുമാണ്. ജൽശക്തി അഭിയാൻ ക്യാച്ച് ദി റെയിൻ 2025 സംരംഭത്തിൻ്റെ 6ാം പതിപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അതും ഹരിയാനയാണ്. ജൽശക്തി അഭിയാൻ ക്യാച്ച് ദി റെയിൻ 2025 സംരംഭത്തിൻ്റെ 6ാം പതിപ്പ് ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണ്. 2025 പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായതാരാണ്? സഞ്ജയ് കുമാർ മിശ്രയാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത്. കൂർമ്മം എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ്? KGS ആണ് കൂർമ്മം എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ്. 2025 സീനിയർ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സുനിൽകുമാർ നേടിയ മെഡൽ ഏതാണ്? വെങ്കലമാണ് സീനിയർ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സുനിൽകുമാർ നേടിയ മെഡൽ. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനുമായി ഇന്ത്യയുടെ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഡാറ്റ പൂളിംഗ് എക്സസൈസ് ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? തൊഴിൽ മന്ത്രാലയമാണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനുമായി ഇന്ത്യയുടെ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഡാറ്റ പൂളിംഗ് എക്സസൈസ് ആരംഭിച്ച മന്ത്രാലയം. പ്രശസ്ത ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷലിൻ്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. പ്രശസ്ത ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷലിൻ്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. 2025 പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായതാരാണ്? സഞ്ജയ് കുമാർ മിശ്രയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 2025 50ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തി ആരാണ്? വയലാർ രാമവർമ്മയാണ്. 50ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തി. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഉജ്ജ്വല എന്ന കുരുവിയാണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം. ആരായിരുന്നു ഫസ്റ്റ്? ഹരിയാനയായിരുന്നു ഫസ്റ്റ്. 2025 കബഡി പുരുഷ ലോകകപ്പ് വിഭാഗം ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. 2025 കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം ജേതാക്കൾ ഇന്ത്യയാണ്. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായി നിയമിതനായതാരാണ്? ജസ്റ്റിസ് ജി ശശിധരനാണ്. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് ജി ശശിധരനാണ്. 2025 അഭിപ്രായ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? നോർവേയാണ്. 2025 അഭിപ്രായ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം നോർവേയാണ്. 2025 മാർച്ചിൽ ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ഉപദേശകനായി നിയമിതനായ മുൻ ISRO ചെയർമാൻ ആരാണ്?
എസ് സോമനാഥാണ് ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ഉപദേശകനായി നിയമിതനായ മുൻ ISRO ചെയർമാൻ. ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആരാണ്? വി നാരായണനാണ് ഇപ്പോഴത്തെ ISRO ചെയർമാൻ. UGCയുടെ കാറ്റഗറി ഗ്രേഡ് 1 ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ്? MG യൂണിവേഴ്സിറ്റിയാണ്. UGCയുടെ കാറ്റഗറി ഗ്രേഡ് 1 ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല. സ്വകാര്യ സർവകലാശാല ബിൽ കേരള നിയമസഭയിൽ പാസാക്കിയ ദിവസം ഏതാണ്? 2025 മാർച്ച് 25. സ്വകാര്യ സർവകലാശാല ബിൽ കേരള നിയമസഭയിൽ പാസാക്കിയ ദിവസം 2025 മാർച്ച് 25 2025 മാർച്ചിലെ കണക്കുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. ശനിക്ക് ആകെ 274 ഉപഗ്രഹങ്ങളുണ്ട്. ശനി എന്താണ്? 2025 മാർച്ചിലെ കണക്കുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. ആകെ 274 ഉപഗ്രഹങ്ങളുണ്ട്. പ്രചണ്ഡ് പ്രഹാർ 2025 വേദി എവിടെയാണ്? അരുണാചൽ പ്രദേശാണ്. പ്രചണ്ഡ് പ്രഹാർ 2025 വേദി അരുണാചൽ പ്രദേശാണ്. പ്രചണ്ഡ് ലഘുയുദ്ധ ഹെലികോപ്റ്റർ വികസിപ്പിച്ചത് എവിടെയാണ്? ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിലാണ് പ്രചണ്ഡ് ലഘുയുദ്ധ ഹെലികോപ്റ്റർ വികസിപ്പിച്ചത്. 2025 ഹൂറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളത് ആരാണ്? ഇലോൺ മസ്കാണ്. 2025 ഹൂറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളത്. കൃത്യമായ വിള ഡാറ്റ ശേഖരണം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനം ഏതാണ്? ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആണ്. കൃത്യമായ വിള ഡാറ്റ ശേഖരണം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെടുകയും എന്നാൽ ഓസ്കാറിൽ മത്സരിക്കുകയും ചെയ്ത പ്രശസ്ത ചിത്രം ഏതാണ്? സന്തോഷാണ് ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെടുകയും എന്നാൽ ഓസ്കാറിൽ മത്സരിക്കുകയും ചെയ്ത പ്രശസ്ത ചിത്രം. 2025 പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ജഗദീഷാണ്. 2025 പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ജഗദീഷാണ്. 2025 മാർച്ചിൽ നീതി ആയോഗിൻ്റെ മുഴുവൻ സമയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? രാജീവ് ഗൗബയാണ്. 2025 മാർച്ചിൽ നീതി ആയോഗിൻ്റെ മുഴുവൻ സമയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. രാജ്യത്തെ ഗ്രാമീണ യുവാക്കളെയും സ്ത്രീകളെയും ശാക്തീകരിക്കുന്നതിനായി ഗ്രാമവികസന മന്ത്രാലയവുമായി കരാർ ഒപ്പുവെച്ചതാരാണ്? യൂണിസെഫ് യുവയാണ്. രാജ്യത്തെ ഗ്രാമീണ യുവാക്കളെയും സ്ത്രീകളെയും ശാക്തീകരിക്കുന്നതിനായി ഗ്രാമവികസന മന്ത്രാലയവുമായി കരാർ ഒപ്പുവെച്ചത്. മധുരയിലെ ശ്രീ മദനേന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഫോട്ടോ ബുക്ക് ഏതാണ്? നമോ ഗണപയാണ് മധുരയിലെ ശ്രീ മദനേന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഫോട്ടോ ബുക്ക്. 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള വയസ്സ് 6 ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിലുള്ള വയസ്സ് 6 ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം. അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ താരമാരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ താരം. കുട്ടികൾക്കായുള്ള കവിതകളും പ്രാസങ്ങളും പുനഃസ്ഥാപിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് ആരംഭിച്ച പരിപാടി ഏതാണ്? ബാൽപൻ കി കവിതയാണ് കുട്ടികൾക്കായുള്ള കവിതകളും പ്രാസങ്ങളും പുനഃസ്ഥാപിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് ആരംഭിച്ച പരിപാടി. പൗരസേവനങ്ങൾക്കായി സാരഥി എന്ന AI ചാറ്റ് ബോർഡ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. പൗരസേവനങ്ങൾക്കായി സാരഥി എന്ന AI ചാറ്റ് ബോർഡ് അവതരിപ്പിച്ചു
സംസ്ഥാനം. നാഷണൽ ഇ-വിധാൻ ആപ്ലിക്കേഷൻ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. നാഗാലാൻഡാണ് നാഷണൽ ഇ-വിധാൻ ആപ്ലിക്കേഷൻ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. സൂചി ഉപയോഗിക്കാതെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാനുള്ള സംവിധാനം വികസിപ്പിച്ചത് IISc ആണ്. സൂചി ഉപയോഗിക്കാതെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാനുള്ള സംവിധാനം വികസിപ്പിച്ചത്. ഗുജറാത്തിലെ ആദ്യ മാതൃകാ പരിസ്ഥിതി ഗ്രാമം ഏതാണ്? ദജ്ജാണ്. ഗുജറാത്തിലെ ആദ്യ മാതൃകാ പരിസ്ഥിതി ഗ്രാമം ദജ്ജാണ്. നമീബിയയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ആദ്യ വനിത ഏതാണ്? നെതുംബോ നന്ദിയാണ് നമീബിയയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ആദ്യ വനിത. ജനവാസ മേഖലകളിലെത്തുന്ന പാമ്പുകളെ സുരക്ഷിതമായി വനമേഖലകളിൽ എത്തിക്കാൻ വനം വകുപ്പ് ആവിഷ്കരിച്ച സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ടൊവിനോ തോമസ് ആണ്. ജനവാസ മേഖലകളിൽ എത്തുന്ന പാമ്പുകളെ സുരക്ഷിതമായി വനമേഖലകളിലെത്താൻ വനം വകുപ്പ് ആവിഷ്കരിച്ച സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ. 2025 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്നാണ്? ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ്സ് ഗ്യാപ്പ് ടുഗദർ ആണ് ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. 2025 മാർച്ചിൽ മഹാശില നിർമ്മിതികൾ കണ്ടെത്തപ്പെട്ട കേരളത്തിലെ പ്രദേശം മലമ്പുഴ. 2025 മാർച്ചിൽ മഹാശിലാനിർമ്മിതികൾ കണ്ടെത്തപ്പെട്ട കേരളത്തിലെ പ്രദേശം മലമ്പുഴ. ഈ മാലിന്യത്തിൽ നിന്നും ധാതുക്കൾ വേർതിരിക്കുന്ന പദ്ധതി ഏതാണ്? അർബൻ മൈനിങ് ആണ്. അർബൻ മൈനിങ് എന്താണ്? ഈ മാലിന്യത്തിൽ നിന്നും ധാതുക്കൾ വേർതിരിക്കുന്ന പദ്ധതിയാണ് അർബൻ മൈനിങ്. 2025 മാർച്ചിൽ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായതാരാണ്? അജയ് സേത്താണ് പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത്. 2025 മാർച്ചിൽ ദക്ഷിണ കൊറിയയുടെ ആക്ടിംഗ് പ്രസിഡന്റായി വീണ്ടും ചുമതലയേറ്റതാരാണ്? ഹാൻ ഡക് സോയാണ് ദക്ഷിണ കൊറിയയുടെ ആക്ടിംഗ് പ്രസിഡന്റായി വീണ്ടും ചുമതലയേറ്റത്. 2025 സംഗീത കലാനിധി പുരസ്കാരത്തിന് അർഹനായതാരാണ്? RK ശ്രീറാംകുമാറാണ് സംഗീത കലാനിധി പുരസ്കാരത്തിന് അർഹനായത്. സംസ്ഥാനത്തെ എല്ലാ ക്ഷയരോഗികളെയും സർക്കാർ ദത്തെടുത്ത് സമഗ്രമായ ശ്രദ്ധയും കരുതലും ഉറപ്പാക്കുന്ന സംസ്ഥാനം ഏതാണ്? മേഘാലയാണ്. മേഘാലയ എന്താണ്? സംസ്ഥാനത്തെ എല്ലാ ക്ഷയരോഗികളെയും സർക്കാർ ദത്തെടുത്ത് സമഗ്രമായ ശ്രദ്ധയും കരുതലും ഉറപ്പാക്കുന്ന സംസ്ഥാനമാണ് മേഘാലയ. 2025 മാർച്ചിൽ ഫിറ്റ് ഇന്ത്യ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 മാർച്ചിൽ ഫിറ്റ് ഇന്ത്യ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആയുഷ്മാൻ ഖുറാനയാണ് ഫിറ്റ് ഇന്ത്യ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തിടെ പൊട്ടിത്തെറിച്ച ലവോട്ടോപി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. ലവോട്ടോപ്പി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. വനിതകളുടെ 35 കിലോമീറ്റർ റേസ് വാക്കിൽ ദേശീയ റെക്കോർഡ് നേടിയതാരാണ്? പ്രിയങ്ക ഗോസ്വാമിയാണ് വനിതകളുടെ 35 കിലോമീറ്റർ റേസ് വാക്കിൽ ദേശീയ റെക്കോർഡ് നേടിയത്. 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത സാമൂഹിക പ്രവർത്തകനും ദളിത് ചിന്തകനുമായ വ്യക്തി ആരാണ്? KK കൊച്ചാണ് പ്രശസ്ത സാമൂഹിക പ്രവർത്തകനും ദളിത് ചിന്തകനുമായ വ്യക്തി. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായതാരാണ്? വിനോദ് കുമാർ ശുക്ലയാണ്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് വിനോദ് കുമാർ ശുക്ലയാണ്. 2025 മാർച്ചിൽ പുതിയ ഇനം പവിഴജീവികളുടെ ആവാസ മേഖല കണ്ടെത്തപ്പെട്ട ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്.
2025 മാർച്ചിൽ പുതിയ ഇനം പവിഴജീവികളുടെ ആവാസ മേഖല കണ്ടെത്തപ്പെട്ട ജില്ല തിരുവനന്തപുരമാണ്. ലോക ക്ഷയരോഗ ദിനമെന്നാണ് മാർച്ച് 24. ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. അതിലെ തീമാണ് യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. നടൻ മോഹൻലാൽ ബ്രാൻഡ് അംബാസഡറായി എത്തിയ ലഹരി വിരുദ്ധ ഹാസ്യചിത്രം ഏതാണ്? യോദ്ധാവാണ് നടൻ മോഹൻലാൽ ബ്രാൻഡ് അംബാസഡറായി എത്തിയ ലഹരി വിരുദ്ധ ഹാസ്യ ചിത്രം. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് വിനോദ് കുമാർ ശുക്ല. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയാകുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയാകുന്ന നഗരം. പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യ ദിനപത്രം ഏതാണ്? ഇൽ ഫ്ലോഗിയോ ആണ്. ഇറ്റലിയിലെ ഇൽ ഫ്ലോഗിയോ ആണ് പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യ ദിനപത്രം. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം ഏതാണ്? നിളയാണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹമാണ് നിള. 2025 ലോക സന്തോഷ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? കെയറിങ് ആൻഡ് ഷെയറിങ് ലോക സന്തോഷ ദിനത്തിൻ്റെ പ്രമേയമാണ്. ലോക സന്തോഷ ദിനം മാർച്ച് 30. അതിൻ്റെ പ്രമേയമാണ് കെയറിങ് ആൻഡ് ഷെയറിങ്. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഗ്ലേഷ്യർ പ്രിസർവേഷൻ. ലോക ജലദിനം മാർച്ച് 22. അതിൻ്റെ തീമാണ് ഗ്ലേഷ്യർ പ്രിസർവേഷൻ. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്? ഫിൻലൻഡാണ്. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം ഫിൻലാൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം 118. ഇന്ത്യയുടെ സ്ഥാനം 118ഉം 1-ാം സ്ഥാനം ഫിൻലാൻഡുമാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ. 2025 ഇൻ്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തതാണ്? ലബാദ ലേഡീസാണ്. 2025 ഇൻ്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. ഈ അടുത്ത് കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാണ് ഷിതിയ റോസ് മലയൻസിസ് എന്ന പുതിയ ഇനം പായൽ കണ്ടെത്തിയത്? കൊല്ലത്താണ് ഷിതിയ റോസ് മലയൻസിസ് എന്ന പുതിയ ഇനം പായൽ കണ്ടെത്തിയത്. അടുത്തിടെ ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച ഇന്ത്യൻ ദീർഘദൂര ഓട്ടക്കാരി ആരാണ്? അർച്ചന ജാദവാണ്. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച ഇന്ത്യൻ ദീർഘദൂര ഓട്ടക്കാരി. 2025 മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 274. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ് നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. 1975 ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? മാർച്ച് ഓഫ് ഗ്ലോറിയാണ് 1975 ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറക്കിയ പുസ്തകം. 2025 ലോക വനദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഫുഡ് ആണ് ലോക വനദിനത്തിൻ്റെ പ്രമേയം. ലോക വനദിനം എന്നാണ്? മാർച്ച് 21. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വയോജന കമ്മീഷൻ ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വയോജന കമ്മീഷൻ ബിൽ പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. 2025 കബഡി വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ്. 2025 കബഡി വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം
ഇംഗ്ലണ്ടാണ്. 2025 മാർച്ചിൽ റഷ്യയും ചൈനയും ഇറാനും സംയുക്തമായി നടത്തിയ നാവികാഭ്യാസം ഏതാണ്? സെക്യൂരിറ്റി ബെൽറ്റ് 2025. സെക്യൂരിറ്റി ബെൽറ്റ് 2025 ആണ് മാർച്ചിൽ റഷ്യയും ചൈനയും ഇറാനും സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസം. 2025 വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉച്ചകോടിയുടെ പ്രമേയം എന്താണ്? പാർട്ണർഷിപ്പ് ഫോർ ആക്സലറേറ്റിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് സൊല്യൂഷൻ. വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉച്ചകോടിയുടെ തീമാണ് പാർട്ണർഷിപ്പ് ഫോർ ആക്സലറേറ്റിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് സൊല്യൂഷൻ. അതിൻ്റെ വേദി ഏതാണ്? ന്യൂഡൽഹിയാണ് വേദി. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസ് ബസ് പ്രവർത്തനം ആരംഭിച്ചത്. ലോകത്ത് ക്രയോജനറ്റിക് സാങ്കേതികവിദ്യ കൈവരിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 6ാമത്തെ രാജ്യമാണ്. ലോകത്ത് ക്രയോജനറ്റിക് സാങ്കേതികവിദ്യ കൈവരിക്കുന്ന 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആസിയാൻ രാജ്യങ്ങളുടെ 2025 ദ്വിദിന ഭീകരവിരുദ്ധ സമ്മേളനത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേതാണ്? അതും ഇന്ത്യയാണ് ആസിയാൻ രാജ്യങ്ങളുടെ 2025 ദ്വിദിന ഭീകരവിരുദ്ധ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായതാരാണ്? ഇന്ത്യയാണ് 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത്. 2025 ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ ജേതാക്കളായതാരാണ്? ഇന്ത്യയാണ് ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ ജേതാക്കളായത്. അടുത്തിടെ ആലപ്പുഴ മാങ്കൊമ്പിലെ നെൽവിത്തു ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തുകളാണ് ഏതൊക്കെ? പുണ്യ ആദ്യ. അടുത്തിടെ ആലപ്പുഴ മാങ്കൊമ്പിലെ നെൽവിത്തു ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തുകളാണ് പുണ്യ ആദ്യ. 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ആരാണ്? ലാൻഡോ നോറിസാണ് ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ്. സെൻട്രൽ ബാങ്കിങ് ലണ്ടൻ ഏർപ്പെടുത്തിയ 2025 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരത്തിന് അർഹത നേടിയതാരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സെൻട്രൽ ബാങ്കിങ് ലണ്ടൻ ഏർപ്പെടുത്തിയ 2025 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരത്തിന് അർഹത നേടിയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 2025 ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൻ്റെ ജേതാക്കൾ ഇന്ത്യയാണ്. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗ് 2025 ജേതാക്കൾ ആരാണ്? മുംബൈ ഇന്ത്യൻസ് ആണ്. റണ്ണറപ്പ് ഡൽഹി ക്യാപിറ്റൽസ്. 144ാമത് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷൻ്റെ വേദി എവിടെയാണ്? ഗ്രീസാണ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷൻ്റെ വേദി. 2025 മാർച്ചിൽ അന്തരിച്ച ഒഡിയ കവി ആരാണ്? രമാകാന്ത രഥാണ് ഒഡിയ കവിയാണ് 2025 അന്തരിച്ച ഒഡിയ കവി. 2025 അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് ജേതാക്കളാരാണ്? ഇന്ത്യയാണ്. റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്കയാണ്. ഫൈനലിലെയും ടൂർണമെൻറ്റിലെയും താരം ത്രഷയാണ്. 2025 അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്കയാണ്. ഫൈനലിലെ താരവും ടൂർണമെൻറ്റിലെ താരവും ത്രഷയാണ്. ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ജേതാക്കൾ ഇന്ത്യയാണ്. റണ്ണറപ്പ് ന്യൂസിലൻഡാണ്. വേദി പാകിസ്ഥാനാണ്. ഫൈനലിലെ താരം രോഹിത് ശർമ്മയാണ്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം വളർത്താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ ഏതാണ്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം വളർത്താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ. 2025 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായതാരാണ്? KP സുധീരയാണ്. 2025 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. 2025 വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയതാരാണ്? ഇന്ത്യയാണ്. പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീമിനായുള്ള ആദ്യത്തെ ഫെസിലിറ്റേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്?
കൊൽക്കത്തയാണ്. ഇസ്ലാമിക നിയമം ആധാരമാക്കിയുള്ള താൽക്കാലിക ഭരണഘടന പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? സിറിയയാണ്. 2024 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് അനുസരിച്ച് വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5. ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അധിഷ്ഠിത സോഫ്റ്റ്വെയറായ പ്രതിബിംബ് മൊഡ്യൂൾ ആരംഭിച്ച മന്ത്രാലയം? ആഭ്യന്തര മന്ത്രാലയം. അടുത്തിടെ ബജറ്റ് ലോഗോയിൽ നിന്നും ദേവനാഗരിയിലുള്ള രൂപം ചിഹ്നം മാറ്റിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. അടുത്തിടെ രാജ്യത്ത് സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ചത് ജിയോ. 2025 QS റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. വിവാഹശേഷം ഭാര്യയ്ക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് മാനസിക പീഡനത്തിന് തുല്യമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി മധ്യപ്രദേശ് ഹൈക്കോടതി. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം കേരളം. മൗറീഷ്യസിൽ പുതിയ പാർലമെൻറ്റ് മന്ദിരം പണികഴിപ്പിക്കാനായി സഹായിക്കുന്നത് ആരാണ്? ഇന്ത്യയാണ്. 2025 മാർച്ചിൽ ആരംഭിച്ച ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? ഗഞ്ചർ 2025. ഈ അടുത്ത് കേരളത്തിൽ ഗ്യാസ് ഗാൻഗ്രീൻ എന്ന ബാക്ടീരിയൽ രോഗാവസ്ഥ റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? കണ്ണൂരാണ്. അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ വംശജനാരാണ്? കഷ് പട്ടേലാണ്. ലഹരിമരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ഓഹോ മിസോറാം എന്ന കവിതാ സമാഹാരം എഴുതിയത് PS ശ്രീധരൻ പിള്ള. 2025 ലോക പൈദിനത്തിൻ്റെ പ്രമേയം മാത്തമാറ്റിക്സ്, ആർട്ട് ആൻഡ് ക്രിയേറ്റിവിറ്റി. ലോക പൈദിനം മാർച്ച് 14. 2024 സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. 434 ദിവസം ഭൂമിയെ ചുറ്റിയതിനു ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയ US സൈന്യത്തിൻ്റെ ക്ലാസിഫൈഡ് മിനി സ്പേസ് ഷട്ടിൽ ഏതാണ്? X-37B. അടുത്തിടെ AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ കഷ് പട്ടേൽ. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം കേരളം. രാജ്യത്ത് സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ചത് എയർടെൽ. ആഗോള ഭീകരവാദ സൂചിക 2025 പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ബുർക്കിന ഫാസോ. 2025 മാർച്ചിൽ പാകിസ്ഥാനിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട ട്രെയിൻ ഏതാണ്? ജാഫർ എക്സ്പ്രസ്. 2025 പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് വേദി ന്യൂഡൽഹി. 2025 മൗറീഷ്യസിൻ്റെ ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ ബഹുമതിക്ക് അർഹനായത് നരേന്ദ്ര മോദി. 2025 റാംസാർ അവാർഡിന് അർഹയായത് ജയശ്രീ വെങ്കിടേശൻ. അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളെയും കുട്ടികളെയും ശാക്തീകരിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്റ്റ് ഹിഫാസത്ത്. പഞ്ചാബ് ആരംഭിച്ച പദ്ധതിയാണ്. ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 ലോകസഭയിൽ അവതരിപ്പിച്ചതെന്നാണ്? 2025 മാർച്ച് 11. രാജ്യത്ത് സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ചത് എയർടെൽ. 57ാമത് മൗറീഷ്യസ് ദേശീയ ദിനാഘോഷം 2025 പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേനാ കപ്പൽ ഏതാണ്? INS ഇംഫാൽ. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ടിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മുൻ ഫിലിപ്പീൻസ് പ്രസിഡന്റ് ആരാണ്? റോഡ്രിഗോ ആണ്. ജലാശയങ്ങളുടെ 500 മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാമ്പുകളുടെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്.
ക്ഷീരവികസന വകുപ്പ് ഏർപ്പെടുത്തിയ 2025 ക്ഷീരസഹകാരി അവാർഡിന് അർഹനായത് JS സജുവാണ്. മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച ഇന്ത്യയിലെ പ്രദേശം ന്യൂഡൽഹി. 2025 മാർച്ചിൽ അന്തരിച്ച പാർലമെന്റിന്റെ ഇംപീച്ച് നടപടികൾക്ക് വിധേയനായ ആദ്യ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? ജസ്റ്റിസ് V രാമസ്വാമിയാണ്. പ്രാദേശിക കറൻസികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബാങ്ക് ഇന്തോനേഷ്യയുമായി ധാരണയിലെത്തിയ ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? RBI ആണ്. റെയിൽവേ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് 2025 മാർച്ച് 10. മുഖ്യമന്ത്രി ബാലിക സമൃദ്ധി യോജന, മുഖ്യമന്ത്രി കന്യാ ആത്മനിർഭർ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പദ്ധതി 2025 ആരംഭിച്ച മന്ത്രാലയം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. 2025-26 മണിപ്പൂർ ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. യമുന നദിയിലെ ക്രൂയിസ് ടൂറിസ്റ്റ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡൽഹി സർക്കാരുമായി കരാർ ഒപ്പുവച്ച ഏജൻസി ഉൾനാടൻ ജലപാത അതോറിറ്റി. സാമ്പത്തിക അവലോകനരേഖ പ്രകാരം ഇന്ത്യയിൽ സ്ഥിര ശമ്പളം വാങ്ങുന്ന സ്ത്രീകളിൽ 1-ാം സ്ഥാനത്തെത്തിയത് കേരളം. 2025 മാർച്ചിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റർ സദ് ആബിദ് അലി. അനധികൃത നുഴഞ്ഞുകയറ്റം നിരീക്ഷിക്കുന്നതിനും വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകുന്നതിനും കാലാവസ്ഥാ ഡാറ്റ ഉപയോഗിച്ച് കർഷകരെ പിന്തുണയ്ക്കുന്നതിനുമായി സ്വന്തം ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ആസാം. ചന്ദ്രന്റെ പരിസ്ഥിതിയിൽ ഉയർന്ന ഇലക്ട്രോൺ സാന്ദ്രത കാണിക്കുന്നതായി കണ്ടെത്തിയ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO. 2025 പ്രസിദ്ധീകരിച്ച SIPRI റിപ്പോർട്ടുകൾ പ്രകാരം 2020-24 കാലയളവിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്തുള്ളത് ഉക്രൈൻ. 2025 മാർച്ചിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായത് ജോയ് മല്യ ബാഗ്ചി. 2025 മാർച്ചിൽ മധ്യപ്രദേശിൽ നിലവിൽ വന്ന കടുവാ സങ്കേതം മാധവ് നാഷണൽ പാർക്ക് ഇന്ത്യയിലെ 58ാമത് കടുവാ സങ്കേതമാണ്. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പ്രൊജക്റ്റ് ഹിഫാസത്ത് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ പിടികൂടാൻ വേണ്ടി എക്സൈസ് വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വീതം ധനസഹായം നൽകുന്നതിന് വേണ്ടി മഹിളാ സമൃദ്ധി യോജന എന്ന പദ്ധതി പ്രഖ്യാപിച്ചത് ഡൽഹി. ഗാന്ധിജിയുടെ കൊച്ചി സന്ദർശനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 മാർച്ച് 8 ആചരിച്ചത്? 100. ഇന്ത്യയിലെ ആദ്യ റൂമാറ്റിക് ഫീവർ രഹിത ജില്ല കോട്ടയം. നിർമ്മാണ മേഖലയിൽ രാജ്യത്താദ്യമായി സ്ത്രീകൾക്ക് ആർത്തവാവധി പ്രഖ്യാപിച്ച കമ്പനി L&T. യൂത്ത് ഐക്കൺ അവാർഡ് 2024-25 കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും നിഖില വിമൽ. കായികം സജന സജീവൻ. സാഹിത്യം വിനിൽ പോൾ. കാർഷികം M ശ്രീവിദ്യ. വ്യവസായം സംരംഭകത്വം ദേവൻ ചന്ദ്രശേഖരൻ. മാധ്യമം R റോഷി പാൽ. ലോകത്തിലെ ആദ്യ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹം സ്കോട്ട്. 2025 ICC ചാമ്പ്യൻ ട്രോഫി ജേതാക്കൾ ഇന്ത്യ. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1925 മാർച്ച് 12. വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ഓയിൽ. ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയത് UP വാരിയേഴ്സ്. 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് പ്രണവ് വെങ്കിടേഷ്. ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ജോർജിയ വോൾ സോഫി ഡി വൈറ്റ്. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി V രാമസ്വാമി. 2025 വനിതാ ദിനത്തിൽ മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച ഗവൺമെന്റ് ഡൽഹി. ഇന്ത്യയിലെ
അടുത്തിടെ വിരമിക്കൽ തീരുമാനം പിൻവലിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി 2025 മാർച്ചിൽ ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് ലഭിച്ചത് നരേന്ദ്ര മോഡി. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 വേദി ന്യൂഡൽഹി. കേരള പോലീസിൻ്റെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് ടെക്നോ പാർക്ക്. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മറൈൻ എയ്ഡ്സ് ടു നാവിഗേഷൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ദേശീയപാത 48 ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഉരുക്കുപാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വാവലംബിനി സംരംഭം ആരംഭിച്ച മന്ത്രാലയം നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം. 2025 ലോക പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് ആതിഥേയത്വം വഹിക്കുന്നത് ഡൽഹി. റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ജനസൗഹൃദ മാതൃകാ പൊതുയിടങ്ങളാക്കി മാറ്റുന്നതിനായുള്ള കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വരുന്നത് കൊല്ലം. ISROയിലെ സയൻറ്റിഫിക് സെക്രട്ടറിയും ഡയറക്ടറേറ്റ് ഓഫ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഇന്നൊവേഷൻ ഡയറക്ടറുമായി ചുമതലയേറ്റത് M. ഗണേഷ് പിള്ള. 2025 മാർച്ചിൽ സംസ്ഥാന ജലവിവര കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഒഡീഷ. വന്യജീവികൾക്കായുള്ള ദേശീയ റഫറൽ കേന്ദ്രത്തിന് പ്രധാനമന്ത്രിയുടെ തറക്കല്ലിട്ടത് ജൂനഗഡ്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. 2024-25 സന്ദർശക സമ്മേളനം എവിടെയാണ് സംഘടിപ്പിച്ചത്? ന്യൂഡൽഹി. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. 2025 പ്രമേയം ഫോർ ഓൾ വുമൻസ് ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഈക്വാലിറ്റി ആൻഡ് എംപവർമെൻറ്റ്. 2025 ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് വിദ്യ ബാലൻ. 2025 മാർച്ചിൽ RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് അജിത് രത്നാകർ ജോഷി. വൻധാര മൃഗസംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്ര മോദി. 2025 നൈറ്റ് ഫ്രാങ്ക് പുറത്തുവിട്ട ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ അതിസമ്പന്നരുള്ള രാജ്യം അമേരിക്ക. 2025 മാർച്ചിൽ വിക്ഷേപിക്കുന്ന നാസയുടെ സൗരദൗത്യം പഞ്ച്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യ ന്യൂസിലൻഡ്. 2025 വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരം അജാന്ത ശരത് കമൽ. 2025 മാർച്ചിൽ അന്തരിച്ച ഓസ്ട്രേലിയൻ രക്തദാതാവ് ജെയിംസ് ഹാരിസൺ. ലെവിയുടെ ആഗോള അംബാസഡറായി നിയമിതനായത് ദിൽജിത്ത് ദോസഞ്ച്. 2025 മാർച്ചിൽ MRFൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് ശുഭ്മാൻ ഗില്ല്. 2025 മാർച്ചിൽ BCCIയുടെ ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് മനൻ കുമാർ മിശ്ര. 2025 മാർച്ചിൽ ഡിഫൻസ് അക്കൗണ്ട്സ് കൺട്രോളർ ജനറലായി ചുമതലയേറ്റത് മായങ്ക് ശർമ്മ. FILA 2025 ഐക്കൺ ഓഫ് എക്സലൻസ് അവാർഡ് ലഭിച്ചത് ജയ്ഷ. അടുത്തിടെ മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ഹെൽത്ത് കെയർ AI ടൂളാണ് ഡ്രാഗൺ കോപൈലറ്റ്. 2025 മാർച്ചിൽ ഇന്ത്യ സന്ദർശിച്ച ബെൽജിയം രാജകുമാരി പ്രിൻസസ് ആസ്ട്രിഡ്. ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യ ഷോറൂം നിലവിൽ വരുന്നത് മുംബൈ. 2025 ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലാണ് ഗാണ്ടീവ. അടുത്തിടെ ചന്ദ്രനിൽ ഇറങ്ങിയ ശേഷം ആദ്യത്തെ സൂര്യോദയം പകർത്തിയ പേടകം ബ്ലൂ ഗോസ്റ്റ്. അദീന ദൗത്യം വിക്ഷേപിച്ചത് 2025 ഫെബ്രുവരി 26. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. ICCയുടെ എല്ലാ ടൂർണമെൻറ്റിലും ടീമിനെ ഫൈനലിലെത്തിച്ച ആദ്യ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. 2024-25 രഞ്ജി ട്രോഫിയിൽ റണ്ണറപ്പായ കേരള ടീമിന് KCA പ്രഖ്യാപിച്ച സമ്മാനത്തുക 1.5 crore. 2025 മാർച്ചിൽ അന്തരിച്ച പ്രമുഖ വൃക്ക ശസ്ത്രക്രിയാ വിദഗ്ധൻ ജോർജ് P. എബ്രഹാം. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം
പന്മാക്കർ ശിവാൽക്കർ. സ്കൂൾ കുട്ടികൾക്കായുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ AI ലേണിംഗ് പ്ലാറ്റ്ഫോം സുപലേന. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ താലൂക്ക് ഓഫീസ് ഏറനാട്. ഇന്ത്യയിലെ ആദ്യ നദീ ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദീ ഡോൾഫിനുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ദേശീയ വന്യജീവി ബോർഡിൻ്റെ 7ാമത് മീറ്റിംഗ് വേദി ഗിർ ദേശീയോദ്യാനം. 2025 മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ IRCTC, IRFC. ആശാവർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അടുത്തിടെ സിംഗപ്പൂരിലേക്ക് ആന്തൂറിയം കയറ്റുമതി ചെയ്ത സംസ്ഥാനം മിസോറാം. 2025 മെയ് മാസത്തോടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോം സ്കൈപ്പ്. ടിയാങ്കൂങ്ങിലേക്ക് യാത്രികരെ അയക്കുന്ന ആദ്യ വിദേശ രാജ്യം പാകിസ്ഥാൻ. 2025 ലോറൻസ് സ്പോർട്സ് അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്ത്. 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസിന് വേദിയാകുന്നത് സ്പെയിന്. ഉറുഗ്വേയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് യമൂണ്ടോ ഉർസി. 2025 മാർച്ചിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷ ഉത്തരവിറക്കിയ രാജ്യം അമേരിക്ക. 2025 മാർച്ചിൽ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത്. 2025 യൂറോപ്യൻ പ്രതിരോധ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ബ്രിട്ടൻ. പോലീസ് ഓഫീസുകളിലും നേരിട്ടെത്താതെ വിവിധ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന കേരള പോലീസിൻ്റെ പോർട്ടലാണ് തുണ. 2025 മാർച്ചിൽ നാസ വിജയകരമായി ചന്ദ്രനിലിറക്കിയ പേടകമാണ് ബ്ലൂ ഗോസ്റ്റ്. 2025 ലോക കേൾവി ദിനത്തിൻ്റെ പ്രമേയം ചേഞ്ചിങ് മൈൻഡ് സെറ്റ്, എംപവറിങ് യുവർ സെൽഫ് ടു മേക്ക് ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ എ റിയാലിറ്റി ഫോർ ഓൾ. ദൈവത്തിൻ്റെ ആത്മകഥ എന്ന പുസ്തകം എഴുതിയത് ലെന. 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ വിദർഭ. 2025 ഏത് രാജ്യത്താണ് ഗാരൻസ് എന്ന ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്? ഫ്രാൻസ്. ഇന്ത്യയിലെ ആദ്യ റോഡ് ട്രെയിൻ അവതരിപ്പിച്ച കമ്പനി വോൾവോ ട്രാക്സ്. ഈ അടുത്ത് ആമസോൺ പുറത്തിറക്കിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഏതാണ്? ഓസ്ലോട്ട്. ഈ അടുത്ത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിത ബജറ്റ് അവതരിപ്പിച്ചത്? രാജസ്ഥാൻ. കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് കൊല്ലം. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് M. ലീലാവതി. 2025 ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ്, ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. കേരളത്തിലെ ISO അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് ഏറനാട്. ഇടശ്ശേരിക്കാർ എന്ന പുസ്തകം എഴുതിയത് KP രാമനുണ്ണി. സൈബർ തട്ടിപ്പിനെതിരെ പരാതിപ്പെടാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930. നാസയുടെ പരീക്ഷണ ഉപഗ്രഹങ്ങളുമായി ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവ പര്യവേഷണം ചെയ്യാനായി സ്വകാര്യ കമ്പനിയായ ഇൻറ്റേറ്റീവ് മിഷൻസ് വിക്ഷേപിച്ച ചന്ദ്ര ലാൻഡറാണ് അദീന. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശിക്ഷ സഞ്ജീവനി ബീമാ യോജന എന്ന അപകട ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയമാണ് INS ഗുൽദാർ. വ്യാപക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് കേരള ഹൈക്കോടതി അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയ പദ്ധതി ഏതാണ്? പുണ്യം പൂങ്കാവനം പദ്ധതി. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരായ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭമാണ് ബേലി. ക്ഷേത്ര ഉത്സവങ്ങളുടെ ക്ഷണക്കത്തിൽ ജാതിപ്പേര് വേണ്ട എന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി. 2024 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള 3 മാസത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര മൊത്ത ഉൽപ്പാദനത്തിൻ്റെ വളർച്ച 6.2%. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സാണ് നോക്കുന്നത്. നമ്മൾ മാർച്ച് മാസത്തെ മൊത്തം കറണ്ട് അഫേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.